Hi everyone, this is Vibin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ സ്റ്റേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിലെ അപ്ഡേറ്റ്സിനും ന്യൂസിനും പറ്റിയാണ്. സോ ഇതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആദ്യത്തെ ന്യൂസ്, iOS 7.4ൻ്റെ ഒരു റീ റിലീസ്, അതായത് ബീറ്റ 2ന് പകരം ഒരു റീ റിലീസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ എല്ലാവരും കാത്തിരുന്ന വിഷൻ പ്രോ ഇപ്പോൾ റിലീസ് ചെയ്യാനുണ്ട്. ഈ ഒരു വിഷൻ പ്രോൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. ആ ഒരു വീഡിയോ ആണെങ്കിൽ വിഷൻ പ്രോനെ നിങ്ങൾക്ക് കുറേ വീഡിയോസ് കാണാൻ പറ്റും യൂട്യൂബിൽ. ആ ഒരു വീഡിയോസിൽ കിട്ടാത്ത ഒരു 2-3 പുതിയ ഇൻഫർമേഷൻസ് എന്തായാലും ഈ ഒരു വിഷൻ പ്രോൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. സോ എന്തായാലും വീഡിയോ കാണുക. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ലിങ്ക് താഴത്ത് കൊടുത്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ മാർച്ച് ആകുമ്പോഴത്തേക്കും പുതിയ ഐപാഡ് റിലീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഐപാഡ് പ്രോ 2 വേരിയൻ്റ്, അതായത് നമുക്ക് 2 സൈസിൽ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഐപാഡ് എയറും നമുക്ക് 2 സൈസിൽ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നീട് M3 ചിപ്സെറ്റ് വെച്ചിട്ടുള്ള മാക്ബുക്ക് എയർ 13 15 ഇഞ്ചും ഇറങ്ങാനും നമുക്ക് ചാൻസ് ഉണ്ട്. വിഷൻ പ്രോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, വിഷൻ പ്രോ റിലീസാവുന്നതിൻ്റെ അനുബന്ധിച്ച് തന്നെ നമ്മുടെ അമേരിക്കയുടെ 5th അവന്യൂ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുള്ള ഷോറൂമിൽ വിഷൻ പ്രോൻ്റെ ഒരു കംപ്ലീറ്റ് മേക്ക് ഓവറാണ് ആപ്പിളിലെ ഷോറൂമിൽ ആപ്പിൾ കൊണ്ടുവന്നത്. അതേപോലെ ഏകദേശം റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ 600 പുതിയ ആപ്ലിക്കേഷൻസും ജാം പാക്ക് ചെയ്ത് തന്നെയാണ് വിഷൻ പ്രോ നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൻ്റെ ബ്ലഡ് ഓക്സിജൻ്റെ പ്രശ്നം പറഞ്ഞാൽ മാക്സിമം ആപ്പിളും നല്ല പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോഴും ആപ്പിൾ അല്ലെങ്കിൽ ടിമ്മണ്ണം പറയുന്ന അനുസരിച്ച് അതിന് അപ്പീലിന് പോവാണ് ഇനി ആപ്പിൾ ചെയ്യാൻ പോവുക. അതൊരു കോംപ്രമൈസിലേക്ക് പോകാനുള്ള ചാൻസ് ഒട്ടുമില്ല എന്നാണ് നമ്മുടെ ടിമ്മണ്ണൻ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പീൽ ചെയ്ത് ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇനി iOS 8ൻ്റെ കാര്യമാണ് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്. iOS ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ മേജർ അപ്ഡേറ്റ് ആയിരിക്കും ഈ പറയുന്ന iOS 18 എന്നാണ് നമ്മുടെ ടിമ്മണ്ണൻ തന്നെ അതിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ AI, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്ന് നമ്മുടെ സിറിയും ബാക്കി യൂസർ എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യാനും iOS 18ൽ ആപ്പിൾ നോക്കുന്നുണ്ട്. 2024 Q1 അല്ലെങ്കിൽ Q1 ആപ്പിളിൻ്റെ റവന്യൂ എസ്റ്റിമേറ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതലാണ്. ഏകദേശം $119.58 ബില്യൺ ആണ് ഈ പറയുന്ന കൊല്ലം 2024 തുടക്കം തന്നെ ആപ്പിളിന് ലഭിച്ചിരുന്നത്. അത് പല സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പല സർവീസ് യൂസ് ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ വെയറബിൾസ് യൂസ് ചെയ്തുകൊണ്ടുണ്ട്. ഐപാഡ്, മാക്ബുക്ക് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് ആപ്പിൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ റവന്യൂ ആപ്പിൾ ജനറേറ്റ് ചെയ്യുന്നത് ഐഫോൺ എന്ന് പറയുന്ന ആ ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ടാണ്. ഏകദേശം $58 ബില്യൺ ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഐഫോൺ കാറ്റഗറിയിൽ നിന്ന് മാത്രമാണ്. ഇനി മാർക്ക് സുക്കർബർഗിൻ്റെ ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ ഈ പറഞ്ഞ വിഷൻ പ്രോ റിലീസ് ആവുന്നതുകൊണ്ട് തന്നെ വിഷൻ പ്രോയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സ്പേഷ്യൽ വീഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ആ ഒരു സെയിം വീഡിയോഗ്രാഫി നമ്മുടെ മെറ്റാ ക്വസ്റ്റിൻ്റെ ആ പറയുന്ന ഡിവൈസിലും ഇനി മുതൽ സപ്പോർട്ട് ആവുമെന്നാണ് നമ്മുടെ മാർക്ക് സുക്കർബർഗ് പറഞ്ഞിരിക്കുന്നത്. 2026 2027 ആപ്പിൾ ഒരു 7 to 8 ഇഞ്ചിൻ്റെ ഫോൾഡബിൾ ഐപാഡ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞ സ്റ്റീവ് ജോബ്സിൻ്റെ വിഷണറി അനുസരിച്ച് സ്റ്റീവ് ജോബ്സിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പറയുന്ന ഫോൾഡബിൾ ഐപാഡ്സ് അല്ലെങ്കിൽ ഫോൾഡബിൾ മാക്ബുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ലെനോവോയുടെ ലീജിയൻ എന്ന് പറഞ്ഞ ഡിവൈസിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ കീബോർഡ്, റിമൂവബിൾ കീബോർഡ് വെച്ചിട്ട് ആ ഒരു കീബോർഡ് ഊരിമാറ്റുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേ വരും. ആ ഒരു കോൺസെപ്റ്റിനോട് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരാളാണ് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത്. പക്ഷേ ടിം കുക്കോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന CEO കാലം അനുസരിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുണ്ട് ഈ പറയുന്ന ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല് ചിലപ്പോൾ കൊണ്ടുവരും. കാരണം മാർക്കറ്റ് അനുസരിച്ച് ഡിസൈൻ മാറ്റിയില്ലെങ്കിൽ ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ ഫോണിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ അവസ്ഥ ആപ്പിളിന് വരും. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആ ടൈപ്പ് മോഡലും 2026 അല്ലെങ്കിൽ 2027 വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല, കാരണം ഇത് ആപ്പിളിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഫോൾഡബിൾ ആപ്പിൾ കൊണ്ടുവന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് റൂമറായിട്ട് കേട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് മാത്രമുള്ളൂ. അടുത്തൊരു സെഗ്മെൻറ്റാണ് നമ്മുടെ ഈ പറഞ്ഞ വീഡിയോയുടെ ഏറ്റവും ഹൈലൈറ്റ്, പബ്ലിക് റിയാക്ഷൻ. നമ്മുടെ ഐഫോണിൽ പല ലെയർ ഓഫ് സെക്യൂരിറ്റി നമുക്ക് ലഭിക്കും. ടച്ച് ID,
ഫേസ് ഐ ഡി, അതേപോലെ പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് ഈ പറഞ്ഞ ഒപ്റ്റിക് ID. ഈ പറഞ്ഞ 3 സെക്യൂരിറ്റി ലെയറിൽ ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ്? അതേപോലെ നിങ്ങൾ യൂസ് ചെയ്ത ഈ പറഞ്ഞ ഫേസ് ഐ ഡിയും ടച്ച് ഐ ഡിയിലും ഏറ്റവും ആദ്യം നിങ്ങൾ യൂസ് ചെയ്ത് ഏത് സെക്യൂരിറ്റിയാണ് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്തെ കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യ്, വൈ നോട്ട്? ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. പുതിയ പുതിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ടേക്കാം. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Yevin Xavier signing from Evika.